നന്ദനയ്ക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് കേട്ടോ. പാട്ടും വണ്ടിയും ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അത്. പാട്ടും ഒന്നുമില്ലായത് വളരെ പ്ലെയിൻ ആയിട്ട് നന്ദനയുടെ ഒരു ഷോക്കും പിന്നെ അവരുടെ ഒരു ഇമോഷണൽ മൊമെന്റും വളരെ അടിപൊളിയായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത്രയും വലിയൊരു ഷോയില് മത്സരിച്ച് ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്ന മോളെ കണ്ടിട്ട്, അത് 10ാമത്തെ ആഴ്ച ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്ന മോളെ കണ്ടിട്ട് ആ അമ്മ കരഞ്ഞില്ല കേട്ടോ. പുള്ളിക്കാരിക്ക് അതൊരു പ്രൈസ്ലെസ് മൊമെന്റ് ആയിരുന്നു. എത്ര കോടി കൊടുത്താലും അങ്ങനെ ഒരു മൊമെന്റ് ഒന്നും ആർക്കും കിട്ടത്തില്ല. പാവം മനുഷ്യത്തി എന്തൊക്കെ ഫേസ് ചെയ്തിട്ടായിരിക്കും മോളെ ഈ നിലയിൽ പുള്ളിക്കാരി എത്തിച്ചത്. റെസ്പെക്ട് ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട്. സത്യമായിട്ടും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് ചളവാക്കുന്നില്ല. വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. തിരിച്ച് ലൈവിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും മക്കൾസ് റൂമിലേക്ക് പോകുന്നുണ്ട് ആസ് യൂഷ്വല്. റസ്മിൻ, ജിൻഡോ, ജാസ്മിൻ, അപ്സര എല്ലാവരും ഉണ്ട്. ഇവിടെയുള്ള എല്ലാവരുടെയും അനിയത്തിയാണ് നന്ദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ നന്ദു അങ്ങനെ വേണം, എല്ലാരും ചേച്ചിമാരാണ് നിന്റെ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ അമ്മ. പിന്നെ ജിൻഡു എന്റെ അച്ഛനാണ് എന്ന് നന്ദന പറയുന്നുണ്ട്. അവിടെ ഞാനൊന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടോ. പുള്ളിയുടെ മുഖത്തെ ഒരു സന്തോഷം കാണാമായിരുന്നു. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നന്ദനയുടെ അമ്മയെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരിക്കലും ഒരു സോറി ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു സിമ്പതിയോ സഹതാപോ ഒന്നും പുള്ളിക്കാരിയോട് തോന്നരുത്. കാരണം ലൈഫില് പൊരുതി ജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മോളെ ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഒരു നിലയിൽ എത്തിച്ച വ്യക്തിയാണ് പുള്ളിക്കാരി. സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു മനുഷ്യത്തി. അവര് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. ഒരു സഹതാപം തോന്നി ആ രീതിയിലൊന്നും ആരും കമന്റ് ഇട്ട് ഒന്നും ചെയ്യരുത് കേട്ടോ. അത് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കൂടുതലൊന്നും പറയാനില്ല. പോയി ലൈവ് കാണട്ടെ. ബൈ.